മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് സ്റ്റാൻഡേർഡ് മോഡൽ വണ്ടികളുടെ റിയർ ഇൻഡിക്കേറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. ക്ലാസിക് മോഡൽ വണ്ടികളിൽ ഈ കാണുന്ന പോലെ 10ന്റെ 3 ബോൾട്ടുകളാണ് അഴിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് 10ന്റെ ടീറാഡ് ഉപയോഗിക്കാവുന്നതാണ്. ടെയിൽ ലാമ്പ് അസി ഊരിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ കാണുന്ന 3 ബോൾട്ടുകളും റിമൂവ് ചെയ്യുന്നത്. ക്ലാസിക് വണ്ടികളിൽ മുൻവശത്തായി കാണുന്ന 10ന്റെ 3 ബോൾട്ടുകൾ അഴിച്ചാണ് ടെയിൽ ലാമ്പ് അസി ഊരിയെടുക്കുന്നത്. സ്റ്റാൻഡേർഡ് വണ്ടികളിൽ ടെയിൽ ലാമ്പ് അസിയുടെ ബാക്ക് സൈഡിൽ വരുന്ന 4 10ന്റെ നെട്ടുകളാണ് അഴിച്ചെടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് വണ്ടികളിൽ 10ന്റെ ഡബിൾ എൻഡ് സ്പാനറോ റിംഗ് സ്പാനറോ ഉപയോഗിച്ച് നെറ്റ് അഴിച്ചെടുക്കാവുന്നതാണ്. 3 ബോൾട്ടുകളും അഴിച്ചു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് അസി ഈ കാണുന്നത് പോലെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ബൾബിന്റെ ഈ ഒരു കണക്ഷൻ ലെഫ്റ്റിലേക്ക് തിരിച്ച് വീഡിയോയിൽ കാണിച്ച പോലെ ഊരിയിടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഏത് സൈഡിലെ ഇൻഡിക്കേറ്റർ ആണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിന്റെ കണക്ഷൻ പോയിന്റ് കണ്ടെത്തുക. അതിനുശേഷം മാറേണ്ട ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ സോക്കറ്റിൽ നിന്നും ഊരിയിടേണ്ടതുണ്ട്. അതിനായി ചെറിയ കമ്പിയോ മറ്റോ ഉപയോഗിച്ച് സോക്കറ്റിനുള്ളിലെ ക്ലിപ്പിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ വിടിയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം 18-19ന്റെ ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിച്ച് ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന 19ന്റെ നെറ്റ് ഈ കാണിക്കുന്ന പോലെ ഊരിയെടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഈ കാണിക്കുന്ന പോലെ പൂർണ്ണമായിട്ടും ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഊരിയെടുത്ത പൊട്ടിയ ഇൻഡിക്കേറ്റർ മാറ്റി നമ്മളിപ്പോൾ ഇവിടെ പുതിയ ഇൻഡിക്കേറ്ററാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. പുതിയ ഇൻഡിക്കേറ്ററിൽ അതിന്റെ നെട്ടും ഉണ്ടാകും. നെറ്റ് ഈ കാണിക്കുന്ന പോലെ ഊരിയെടുക്കുക. നെറ്റും അതോടൊപ്പം തന്നെ ഒരു ലോക്ക് വാഷറും ഉണ്ടാകും. അതിനുശേഷം ഇൻഡിക്കേറ്ററിന്റെ ഈ കാണിക്കുന്ന പോയിന്റ് ടെയിൽ ലാമ്പ് അസിയുടെ ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറക്കി വെക്കുക. എങ്ങനെയാണോ ഊരിയെടുത്തത് ആ രീതിയിൽ തന്നെ ഇൻഡിക്കേറ്റർ തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇൻഡിക്കേറ്റർ ഈ കാണുന്ന പോലെ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഈ കാണിക്കുന്ന പോലെ ലോക്കിംഗ് വാഷറും 19ന്റെ നെട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടൈറ്റ് ചെയ്യാതിരിക്കുക. ആവശ്യത്തിന് മാത്രം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻഡിക്കേറ്റർ കണക്ഷൻ ഈ കാണുന്നത് പോലെ സോക്കറ്റ് പിന്നുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണിക്കുന്ന പോലെ ക്ലിപ്പിന്റെ പൊസിഷൻ കറക്റ്റാക്കി വെച്ച് സോക്കറ്റ് കണക്ട് ചെയ്യുക. കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇൻഡിക്കേറ്റർ വർക്കാവുന്നുണ്ടോ എന്ന് ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. വർക്ക് ആകുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ടെയിൽ ലാമ്പ് അസി തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. ടെയിൽ ലാമ്പ് ബൾബിന്റെ കണക്ഷൻ ഈ കാണുന്നത് പോലെ തിരിച്ച് ടെയിൽ ലാമ്പ് അസിയിലേക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ടെയിൽ ലാമ്പ് ബൾബിന്റെ സോക്കറ്റ് കണക്ഷൻ ടെയിൽ ലാമ്പ് അസിയിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം വലത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ ലോക്കായിട്ട് ഇരിക്കുന്നതാണ്. ഇത്രയും കഴിഞ്ഞ് നമുക്ക് ടെയിൽ ലാമ്പ് അസി തിരിച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ്. വയറെല്ലാം കറക്റ്റ് ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ടെയിൽ ലാമ്പ് അസി ഈ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഊരിയെടുത്ത 3 ബോൾട്ടുകളും തിരിച്ചിട്ട് പഴയ പോലെ തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. എല്ലാ ബോൾട്ടുകളും ഈ കാണുന്നത് പോലെ കൈകൊണ്ട് പിടിപ്പിച്ച ശേഷം 10ന്റെ ടീറാഡ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും ലഭിക്കുന്നതിനായിട്ട് മാജിക് മീഡിയ 123 എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. It's caught in the crossfire. It's caught in the crossfire.